എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച അവിടെ ഇരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. സാറ് പറഞ്ഞു ഞാൻ ജീസസിൻ്റെ എനർജി ബോഡി വിളിക്കുകയെന്ന് പറഞ്ഞു. സാറ് എനർജി ബോഡി വിളിച്ചു. ഞങ്ങളോട് പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. എല്ലാവരുടെയും മിന്നലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആളെ 6 അടി പൊക്കം വരും ഈ എനർജി ബോഡിക്ക്. എന്നിട്ട് താടിയുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ഈ തലയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ തലമുടി തട്ടും. താടിയുണ്ട്. ഈ പടത്തി കണ്ടിട്ട് ഇതുപോലെ തല ചരിച്ച് പിടിച്ചൊന്നുമല്ല നിൽക്കുന്നത്. ഒറ്റ ഒരാളാണ്. ഈ നീണ്ടുള്ള കുപ്പായമായിട്ട് ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചേർന്നതാണ്ടാ പറഞ്ഞു. ഇപ്പം തമാശല്ലത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞു. കാര്യം പറയാം. പിന്നെ ഞാൻ കോട്ടയത്ത് സ്കാനിങ് പഠിച്ചിട്ടിരുന്ന അവസരത്തിൽ അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പഠിക്കാൻ വരുന്നവർ വക്കീലന്മാരുണ്ട്, പിന്നെ ഡോക്ടർമാരുണ്ട്, വലിയ ആൾക്ക് ഉന്നതന്മാരൊക്കെ ഉണ്ട്. അതിൽ 7ാം കൂലി ഞാനേ ഉള്ളെന്ന് കുട്ടികളും. അപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു, പിന്നെ യേശു ക്രിസ്തു പിന്നെ മറിയത്തിന് ഗർഭം ഉണ്ടായി, അതെങ്ങനെ ആകാശത്തിൽ നിന്ന് ചുമ്മാ അഞ്ഞു വന്ന്, അതായത് ദിവ്യ ഗർഭം ഉണ്ടായെന്നല്ലേ പറയുന്നത്. നാരായണൻകുട്ടി സാറാണ് പഠിക്കുന്നത്. സാറ് ചോദിച്ചു നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലെന്ന് ചോദിച്ചു. എങ്കിലും സാറേ ഇന്ന് സത്യം അറിയണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു ശരി, അത്ര അത്യാവശ്യമാണെങ്കിൽ നമുക്ക് സത്യം മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച അവിടെ ഇരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. സാറ് പറഞ്ഞു ഞാൻ ജീസസിൻ്റെ എനർജി ബോഡി വിളിക്കുകയെന്ന് പറഞ്ഞു. സാറ് എനർജി ബോഡി വിളിച്ചു. ഞങ്ങളോട് പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. എല്ലാവരുടെയും മിന്നലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആളെ 6 അടി പൊക്കം വരും ഈ എനർജി ബോഡിക്ക്. എന്നിട്ട് താടിയുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ഈ തലയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ തലമുടി തട്ടും. താടിയുണ്ട്. ഈ പടത്തി കണ്ടിട്ട് ഇതുപോലെ തല ചരിച്ച് പിടിച്ചൊന്നുമല്ല നിൽക്കുന്നത്. ഒറ്റ ഒരാളാണ്. ഈ നീണ്ടുള്ള കുപ്പായമായിട്ട് ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചേർന്നതാണ്ടാ പറഞ്ഞു. ഇപ്പം തമാശല്ലത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞു. മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായി. എന്നാൽ അവിടെ ഇരുന്നോളി. ഇരുന്നു. സാറ് ഉടനെ പറയുക പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭത്തിൽ നേരിട്ട് വന്ന് ജനിച്ചതാണെങ്കിൽ ഈ എനർജി ബോഡി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ സംഗതി ഇല്ല, മറഞ്ഞുപോയി. സാറ് ചോദിച്ചു മനസ്സിലായോ ചോദിച്ചു. അടുത്ത വീണ്ടും എനർജി ബോഡി വീണ്ടും വിളിച്ചു. സ്കാൻ ചെയ്ത് നോക്കിയോളാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഞങ്ങളുടെ എല്ലാം മിന്നലുണ്ട്. ഇതിൻ്റെ കോപ്പി നോക്കിയപ്പോൾ സാറ് വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഔസേപ്പിൻ്റെ മകനാണ് ആ എനർജി ബോഡി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ സംഗതി നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് സാറ് പറഞ്ഞു ഇപ്പം മനസ്സിലായി ചോദിച്ചു. സത്യാവസ്ഥ മനസ്സിലായി ചോദിച്ചു. ഇതാണ് സത്യം, ഇതൊന്നും ആരോടും പറയാൻ പോകുമെന്ന് വേണ്ടെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഔസേപ്പിൻ്റെ മകനാണെന്ന് പറഞ്ഞു. കുരിശേ കിടന്ന് മരിച്ചോന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു കുരിശേ കിടന്ന് തറച്ചു, കുരിശേ കിടന്ന് മരിച്ചില്ലെന്ന് പറഞ്ഞു. കുരിശേ കിടന്ന് മരിക്കാതെ ആൾക്കാർ പോയി കഴിയുമ്പോൾ പടനായകൻ്റെ സഹായത്താൽ ഈ ആളിൻ്റെ കുരിശിൽ ആണി ഒരച്ചൂരി പഴയ കാലത്ത് അവിടെ ഈ ഇതുണ്ടല്ലോ യൂനാനി ചികിത്സ അവരുടെ അടുത്ത് കൊണ്ടേ ആക്കി. ഒരു 6-7 മാസം കൊണ്ടേ ഞങ്ങൾ ചികിത്സിച്ചു. ആൾ മിടുക്കനായി കഴിഞ്ഞപ്പോഴായി. പിന്നെ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ പിന്നെ ഇവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടെന്ന് രഹസ്യമായിട്ട് വന്ന് കണ്ടച്ച് പുള്ളി സ്ഥലം വിടുകയായിരുന്നു. ഇത് സ്കാൻ ചെയ്ത് നോക്കി. അത് സത്യമാണെന്ന്. അത് സത്യമാണ്. 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്ത്യയിലേക്ക് കാശ്മീരിൽ കിടന്നാണ് മരിക്കുന്നത്. ഇതെന്ത് എഴുതി പിടിപ്പിക്കാതെ എന്നിട്ട് മരത്തിൽ കിടന്ന് തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്. കുറേയല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കണ്ണും ചെവിയും വേണം. യേശു ക്രിസ്തു ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മുടെ ചരിത്രം പഠിച്ചു. ആ നല്ല മനുഷ്യനെയാണെന്ന് പറയുന്നത്. ഈ കാണായ പണി മുഴുവൻ കാണിച്ചത് ഇവരൊക്കെ മനുഷ്യരാണെന്ന് ഓർത്തുണ്ടാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മുഴുവനും ഒരാൾ മാത്രമേ ഉള്ളൂ ശരിയായിട്ട് ആയുസത്തിൽ മരിച്ചത്. ബാക്കിയുള്ളത് ഒരാൾ തൂങ്ങിച്ചെത്ത്, ബാക്കിയുള്ളതിനെ എല്ലാം വെട്ടിയും കുത്തിയും കൊന്നു കളയായത്. ഒന്ന് ആലോചിക്കും. എന്തൊരു പ്രാകൃതമായ ആൾക്കാരായിരുന്നു. അല്ലാതെ യേശു ക്രിസ്തു നല്ലതാണെന്ന് യേശു ക്രിസ്തു നല്ലത് തന്നെയാണ്. അദ്ദേഹത്തോട് ചെയ്ത് ഇതിൻ്റെ ദോഷമായി ഇന്നൊക്കെ അനുഭവിക്കുന്നത്. ചെയ്യരുതാത്ത പണി ചെയ്യുന്നതിൻ്റെ ഫലമാണ്. താങ്കൾ ഈ
ഇപ്പോഴും ഇപ്പം കർത്താവ് വീണ്ടും പുനർജനിച്ചതായിട്ടും ജനിച്ചതായിട്ട് വന്നിട്ടില്ല മാഡം. ജനിച്ചൊക്കെ നോക്കിയിട്ടുള്ള ഇന്നും യേശുക്രിസ്തുവിൻ്റെ എനർജി ബോഡി ഉണ്ട്. അത് ആൾക്കാരുടെ സഹായത്തിന് ചെല്ലുന്നുണ്ട്, ആവശ്യക്കാരന് ചെല്ലും. ശരിക്കും പ്രാർത്ഥിക്കുന്നവരടുത്ത് ചെല്ലും, അവർക്ക് സഹായമുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതുപോലെ ഈ യേശുക്രിസ്തു എന്ന് പറഞ്ഞ പിന്നെ ജീസസ് ഒരുപാട് വിദ്യകൾ പഠിച്ച ആളായിരുന്നു. അതായത് പിന്നെ ഘടയോഗമൊക്കെ പഠിച്ചതായിരുന്നു. ഈ വെള്ളത്തിൻ്റെ മേലെ ബൈബിളിൽ പറഞ്ഞു അതൊക്കെ സത്യമായിരുന്നു. വെള്ളത്തിൻ്റെ മേലെ നടക്കാനുള്ള ശേഷിയാനുള്ള വിദ്യകൾ പഠിച്ചതാണ്. ബുദ്ധ സന്യാസിമാരിൽ നിന്നും ആണ് ഇതൊക്കെ പഠിച്ചതാണ്. ഒരു നല്ല മനുഷ്യനായിരുന്നു, സത്യമുള്ള ആളായിരുന്നു. ആ ആളിനോടാണ് ഈ പണിയെല്ലാം കാണിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ സത്യം തന്നെ. പിന്നെ ഇല്ലാത്തത് പറഞ്ഞാൽ നമ്മൾ ഞങ്ങളിത് പരീക്ഷിച്ച് മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് എനർജി കൂടി ഉണ്ടെന്നും പിന്നെ യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആൾ ഔസേപ്പിൻ്റെ മകനാണെന്നും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇങ്ങനെയൊക്കെയാണ്. ജ്യോതിഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സാറ് ഈ ഒരു മേഖലയിൽ എത്തിയപ്പം കുറേ കാര്യങ്ങൾ ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചിരുന്നു. അതിലാണ് സ്കാനിങ്ങും പഠിച്ചത്. അപ്പം സ്കാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പെൻഡുലം യൂസ് ചെയ്താണോ ഒരാളുടെ മൊത്തം രൂപം, അതായത് അദ്ദേഹത്തിൻ്റെ ഓറ, പിന്നെ അദ്ദേഹത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്, അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തി ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവചം എന്താണ്, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള അനുഭവം ഒന്ന് പറയാമോ? സാറേ മാഡം, അത് പെൻഡുലം ഉപയോഗിച്ചല്ലത്. അതിനകത്ത് ഈ പറയുന്ന സ്കാനിങ് പഠിക്കണമെങ്കിൽ പ്രാണിങ് ഹീലിങ്, പിന്നെ ESP, പിന്നെ റേക്കി, ഈ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഈ സ്കാനിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ എനർജി നമ്മുടെ കൈക്കകത്ത് കിട്ടുള്ളൂ. അല്ലാണ്ടൊന്നും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ ചിലർക്ക് ചില പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കും, ചില മന്ത്രദീക്ഷകൾ കൊടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പിന്നെ പഠിപ്പിച്ച സാറിന് അവർക്കിത് കാണാൻ പറ്റും, എല്ലാവർക്കും ഇത് കാണാൻ പറ്റുകയില്ല. ആ സാറിന് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിമാണ്, അദ്ദേഹത്തോട് പറഞ്ഞു ഇയാളെ ഒന്ന് സ്കാൻ ചെയ്യാൻ സാറ് പറഞ്ഞു. അങ്ങനെ അതെ, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഉടനെ സ്കാൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു സാറേ എന്ന് പറഞ്ഞു. എന്നാ പേടിയാവും? അന്നേരം പറഞ്ഞത് ഒരു വലിയ ആൾ തലയുടെ പൊക്കത്തിൽ നിൽപ്പുണ്ട്, അത് താടി നീട്ടി തലമുടിയുണ്ട്, കയ്യിലൊരു കോടാലിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കോടാലിയാണെന്നത് ഉടനെ സാർ എന്നോട് ചോദിച്ചു, എന്നോട് അമ്പാറക്കാരാന്ന് ചോദിച്ചു. എൻ്റെ വീട് അമ്പാറ ആയതുകൊണ്ട് എന്നെ അമ്പാറക്കാരാന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ അത് ഒരു ദീക്ഷ കിട്ടിയതാണ്, ഒരു കവചമാണ് സാറേ. അത് ഈ പിന്നെ അഗ്നിഹോത്രം പഠിപ്പിച്ച അവസരത്തിൽ ഒരു സ്വാമി തന്നതാണ് ഈ കവചം. അപ്പോൾ അത് ഇത്രയും വലുതാണെന്ന് ഇത്രയും ഏമാണെന്ന് എനിക്ക്, ഞാനിങ്ങനെ കവചം ചൊല്ലുന്നു, അഗ്നിഹോത്രം ചെയ്യുന്നു, അത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അന്നേരം സാറ് പറഞ്ഞത് സംഗതിയൊക്കെ ശരിയാണ്, ഇന്നതല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത് പറഞ്ഞു, പക്ഷേ എനിക്കറിയാൻ പാടില്ല, എനിക്കിങ്ങനെ പറഞ്ഞു തരത്തുള്ളൂ, ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ സാറ് പറഞ്ഞു തൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, ആവശ്യപ്പെടുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പോകുന്ന പറയാൻ നിങ്ങളുടെ സംരക്ഷണത്തിനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തിരിച്ചറിഞ്ഞല്ലോ നമുക്ക് ഇന്ന ഒരു കവചമാണ് ഉള്ളതെന്ന് അറിയാം. അപ്പം നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ മന്ത്രങ്ങൾ ചൊല്ലുകയോ ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. ഈ പിന്നെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന പല രീതിയുണ്ട്. അതായത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ ഈ വിളക്ക് ഈ അഗ്നിക്കകത്തോട്ട് കയറുന്നൊരു ഭാഗമുണ്ട്. അതൊരു ഒരു മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് വെച്ച് നമ്മൾ ഏത് പദത്തിലേക്ക് ഇതിലേ പോയാലും ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ചുറ്റും പിന്നെ അഗ്നിയുണ്ട്. ഒരു നെഗറ്റീവ് നമ്മളെ ബാധിക്കില്ല, പറ്റുകയില്ല. ഈ പറയുന്ന പണി ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ നെഗറ്റീവ് എടുക്കാൻ പോകുമ്പോൾ ആളെ ഇതുകൂട്ട് പണിയൊക്കെ കാണിച്ചാൽ പോകുന്നത്. ഞാൻ ഇത് ചെയ്യുന്നത് നല്ലപോലെ ഇതുകൂട്ട് പണിയൊക്കെ കാണിച്ചാൽ പോകുന്നത്. ഇതുകൂട്ട് ഇടപാടില്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നോട്ടം പിടിച്ചിട്ട് ഓട്ടം പിടിക്കേണ്ടി വരികയില്ലേ. ഇതുകൂട്ട് പണി കാണിച്ചാൽ ഞാൻ പോകുന്നത്. എനിക്കെങ്ങും ഒന്നും സംഭവിക്കാറില്ല, അവിടെ നോക്കി നിൽക്കും. അപ്പം ആദ്യം രാവിലെ 3 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് ഇതുപോലെ അല്ലേ ചെയ്യും. രാവിലെ എത്തിച്ചിട്ട് വ്യായാമമൊക്കെ ചെയ്യും, നടക്കുകയൊക്കെ ചെയ്യും. ഈ കുളിയെല്ലാം കഴിഞ്ഞ് വെച്ചാൽ പിന്നെ 5 തിരിയിട്ട് എൻ്റെ അവളൊക്കെ കത്തിക്കും. ഞാൻ അവിടെ ഇരുന്ന് ഗായത്രി ചൊല്ലും. അങ്ങനെ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കും. ഇതെല്ലാം കഴിഞ്ഞൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ. അതെ. പിന്നെ സാറ് പറഞ്ഞത് ഇതാണ്, ജീവിക്കുന്നത്തോളം കാലം പരമാവധി സത്യസന്ധമായിട്ട് ജീവിക്കാവുള്ളെന്ന് പറഞ്ഞു. സാറൊരു പ്രമാണം പറഞ്ഞു തന്നു. അന്യന് ദോഷം വരുന്ന കള്ളം പറയരുതെന്ന് പറഞ്ഞു. അവനൊരു ദോഷം വരുന്ന നീ സത്യം പറയാൻ വേണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ദോഷം വരുന്ന സത്യം നീ പറയണ്ട, അന്യന് ദോഷം വരുന്ന കള്ളം ഒരിക്കലും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് വയ്ക്കുമോ, ജീവിതം സമാധാനമായിട്ട് പോകാമെന്നാണ് പറഞ്ഞു. ഒരുപാട് സമ്പത്തുണ്ടാക്കുക എന്നുള്ളതല്ല, എങ്കിലും ശത്രു കുറഞ്ഞിരിക്കുന്നു പറഞ്ഞു.
അതുപോലെ നമ്മളിപ്പം ഒരാളുടെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ദക്ഷിണയും കൃത്യമായിട്ട് കിട്ടിയാലല്ലേ അവരുടെ കാര്യങ്ങൾ നിരച്ചവ പോവുള്ളൂ. അത് നാളെ ഇന്നേ കാലത്ത് നമ്മൾ, കാരണം ഞാൻ ഇങ്ങനെ കൂടുതൽ മോഹിക്കുന്നൊരു വ്യക്തിയല്ല. പിന്നെ പോയിട്ട് പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞത് ചുമ്മാ പോയി അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവനവന് തക്കതായത് അതാത് കാലസ്ഥ ഫീസ് പറഞ്ഞേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ചിലർക്കൊക്കെ വെച്ചാൽ കാര്യം കാണുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. തക്കാത്ത കൊണ്ട് കാര്യം കാണിക്കുക, അങ്ങനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ച സാറ്. ചിലർ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ അത് 95% അങ്ങനെ ചെയ്യല. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കും. ഞാനതല്ല, ഞാനിപ്പം പിന്നെ കുറെ കാലമായിട്ട് പിന്നെ ഫീസ് പറയും. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക അവിടുത്തെ അവസ്ഥ, ഇത് ഏത് തരത്തിൽ, ഇത് എങ്ങനെയാണ്, കർക്കശമാണോ, എങ്ങനെയാണ് അവിടുത്തെ ഗൗരവമുണ്ടാക്കും, മനസ്സിലാക്കി ചെയ്യാൻ തുക പറയും. തുക പറഞ്ഞ് പറ്റുകയാണെങ്കിൽ ചെയ്യാനും പോകില്ല. താങ്കളുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ആൾക്കാരെ കണ്ടു? എൻ്റെ വീട്ടിൽ വരാറുണ്ട്. എൻ്റെ വീട്ടിൽ വന്നു കഴിച്ച് വീട്ടിൽ വന്നാൽ ആളോ അവർക്ക് വേണ്ടി എന്തെങ്കിലും പിന്നെ അവരെ വല്ല ഹീൽ ചെയ്യോ അവർക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. അവരുടെ വീട്ടിലോട്ട് വല്ലതും ചെയ്യാൻ പറ്റും. അവരുടെ വീട്ടിൽ ചെയ്യണം, ഞാൻ അവിടെ ചെല്ലണം. പിന്നെ ഇത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ചില യന്ത്രം എഴുതി ജപിച്ചയക്കണം, അതൊന്നും എനിക്ക് നേരമില്ല. ആവശ്യക്കാർ വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോകണം. ഞാൻ ഇവിടെ ഇരുന്ന് യന്ത്രവും മറ്റൊക്കെ ജപിച്ചാൽ അതും വലിച്ചെറിഞ്ഞേച്ച് എന്തിനാണ് അത്ര വിഷമിക്കുന്നേ? അല്ല, താങ്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം നോക്കി കൊടുക്കുമോ? നോക്കി കൊടുക്കും, സ്കാനിങ്ങും ചെയ്യും, അതും ചെയ്യും. ഇതിനകത്ത് വേറെ പണിയുണ്ടെന്ന്, ചില യന്ത്രങ്ങളുണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് വെച്ചിട്ട് ആ യന്ത്രം നമ്മൾ അതിന് മന്ത്രമുണ്ട്, ആ മന്ത്രം ജപിച്ചിട്ട് വിട്ടാൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുന്ന പണിയൊക്കെ ഉണ്ട്. ഞാനതും ചെയ്യാറില്ല. അതൊക്കെ സാറന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതും ചെയ്യാറില്ല. എന്തിനാ അത് വിഷമിക്കുന്നത്? വേറെ തൊഴിലൊന്നുമില്ല. ഈ ഒരു കാലത്ത്, അതായത് കലിയുഗമാണ്, ഈ ഒരു കാലത്ത് നമ്മളെ കൊണ്ട് കാര്യം കാണണമെന്നേ ഉള്ളൂ. മനുഷ്യന്റെ സ്വഭാവം അതാണ്. എങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കാമെന്ന് ആലോചിക്കുന്നത്, എങ്ങനെ ഇവനെ ചൂഷണം ചെയ്യാമെന്ന് ആലോചിക്കുന്നത്, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ സംഗതി. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളിൽ ഇടപെടുത്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിടണം. അല്ല, ഈ കാലത്ത് ഒരുപാട് ചിന്തിക്കും ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ വെറുതെ അല്ലേ, ഇതൊക്കെ ചുമ്മാ പണം ഉണ്ടാക്കുന്ന വിദ്യയല്ലേ, ഇതൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ഒരുപാട്. എൻ്റെ തത്വത്തിൽ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. പറഞ്ഞല്ലേ, കിട്ടേണ്ടവന് കിട്ടിക്കഴിയുമ്പോൾ അവൻ അടങ്ങിക്കോളും. അതായത് ഇവൻ്റെ കർമ്മദോഷം കൊണ്ടായിരിക്കും ഇവൻ ഇത് തലയെക്കുത്തി തോന്നുന്നത്. ഇത് അനുഭവിക്കാനുള്ളതൊക്കെ അങ്ങ് അനുഭവിച്ചോട്ടെ, അത് കഴിയുമ്പോൾ ഇവൻ തന്നെ വഴിക്ക് വരും. പിന്നെ ഇവൻ്റെ മുജ്ജന്മ കർമ്മദോഷവും ഇപ്പോഴത്തെ ദോഷങ്ങളും കൊണ്ടുകൊണ്ട് പിന്നെ നേരായി ബുദ്ധി വരികയില്ല. ഇത് പിന്നെയും കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇത് ചുമ്മാതെങ്കിൽ ചുമ്മാതെ. ഇത് എൻ്റെ അടുത്തൂടെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ കാലഘട്ടം തീരേണ്ട കാലമായെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഇത് തേടി പിടിച്ചിങ്ങനെ എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നോക്കാനും ഇത് എടുത്തു കളയാനുമുള്ള അവസരം വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഗതികെട്ടോട്ട് തീർത്തൊന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അല്ലാത്ത പോരുകയില്ല. ഇതൊക്കെ വെറൊരു തമാശ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പണ്ട് കാലത്ത് ആൾക്കാർ കാണിച്ച കുറേ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും, ഇതൊക്കെ സത്യമാണോ എന്ന് പറഞ്ഞ് ഒരുപാട് വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. സാർ അതിന് മറുപടി കൊടുക്കുന്നത് ഏത് രീതിയിൽ അവരോട് സംസാരിക്കാൻ? ഞാൻ ചോദിക്കട്ടെ, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണോ? ഞാനൊരു കാര്യം പറഞ്ഞു, എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് തൊട്ട് കൊടുത്ത് വിശ്വസിക്കുക, അത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തീരുമാനിച്ചു ഇയാളെ ഒന്ന് മടക്കി കൊടുക്കണമെന്ന്. ഞാൻ അന്നേരം തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, താങ്കളുടെ അച്ഛൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ്റെ പേര് തൊമ്മനാന്ന് പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ തൊമ്മനാന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. കേട്ടുകഴിവ് വിശ്വസിക്കാമെന്നല്ലേ പറഞ്ഞത്? എൻ്റെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ടുകഴിവല്ലേ ചോദിച്ചു. ഞാൻ ഉടനെ അമ്മ പറഞ്ഞത് കേട്ടല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. കാണുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയരുതെന്ന് പറഞ്ഞു. അയാളെ വായി നാക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനുള്ള മറുപടി അങ്ങനെയാണ് കൊടുത്തത്. ഞാൻ കാണുന്ന എൻ്റെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത എന്തുമാത്രം കാര്യങ്ങൾ എവിടെയുള്ളത്. വായു നമ്മുടെ മേത്ത് തൊട്ടുമ്പോഴല്ലേ നമുക്ക് വായു എന്നറിയാൻ പറ്റുള്ളൂ. അതെ, ശരിക്കും ഒരു പ്രശ്നം വരുമ്പോഴും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതിരിക്കുമ്പോൾ മാത്രമാണ് പലർക്കും ഇത് വിശ്വാസം. അങ്ങനെയൊക്കെ അങ്ങ് നമ്മൾ അഹങ്കരിച്ച് പോകുന്ന ആൾക്കാർ ഒരുപാട് ധാരാളമുണ്ട്. അവന് ഇതൊന്നും നമ്മൾ പിന്നെ ഈ കാണുന്നതും പിടിക്കുന്നതും എല്ലാം കൂടോത്രമാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് എനർജികളുണ്ട്. അത് നമുക്ക് മനസ്സിലാകും, നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് അതിനെ മാറ്റിക്കളയുക. അപ്പോൾ ശുദ്ധം എല്ലാവരും നന്നാതെ ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് രോഗം പിടിച്ച് ജീവിക്കാനല്ലല്ലോ. ഈ നെഗറ്റീവൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തെ ബാധിക്കും. വീടിൻ്റെ മർമ്മങ്ങളിലാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. മുറ്റത്ത് സൂത്രങ്ങൾ, കെട്ടിടത്തിന് സൂത്രങ്ങളുണ്ട്.
ഈ സൂത്രത്തിൽ കൂടിയാണ് ഈ സാധനം അകത്ത് പ്രവേശിക്കുന്നത്. നടവാക്കെ കൊണ്ടിട്ട് ബ്രഹ്മസൂത്രം എന്ന് കിഴക്കോട്ട് ദർശനമാണ്, അതിന് ബ്രഹ്മസൂത്രം എന്ന് പറയും. ആ സൂത്രത്തിൽ ഏതാണ്ട് ആ കിഴക്ക് വശം കൊണ്ട് ഇതുകൊണ്ട് നേരെ ഈ ഇതിനകത്തൂടെയാണ് അകത്ത് പ്രവേശിക്കുന്നത്. അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യനെ ബാധിക്കും. അന്നേരം ഈ വിഷമങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതിന് അങ്ങനെ ഇത് ചിലപ്പോൾ സൂക്കേടില്ല, മരുന്ന് കഴിച്ചാൽ മാറുകയില്ല. അങ്ങനെ കുറേ ആയിക്കഴിയുമ്പോൾ ഇതെന്നാ കളിയാണ്, ഇതെന്തെങ്കിലും പ്രശ്നമാണോ, അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്നേരമായി മനസ്സിലായി ഇത് കൂട്ട് പണിയാണ് ഇവിടെ കാണിച്ചിട്ട്. പിന്നെ എങ്ങനെയാണ് അതെടുത്ത് കളയുമ്പോൾ ഇതിൻ്റെ ഈ മണ്ണിൽ കിടക്കുന്ന അതിൻ്റെ ഇരിപ്പിടമാണത്. ആ ഇരിപ്പിടമാണ് നമ്മൾ കുത്തിപ്പറിച്ചെടുത്തുകൊണ്ട് ആറ്റിക്കളയുന്നത്. ഈ ദുഷ്കർമ്മങ്ങൾ പലതുകൊണ്ട് ഇതിനെ ആവാഹിച്ചെടുത്തിട്ട് നാളികേരത്തിൽ ആവാഹിച്ചെടുത്തിട്ട് വെട്ടുന്ന പണിയുണ്ട്. ഞാനിത് കൂട്ടി പണി കാണിക്കാറില്ല, ഞാൻ ചെയ്യാറില്ല. അതിനെ ആവാഹിച്ചെടുത്തിട്ട് പാട്ടിനകത്ത് പോഞ്ഞുകൊണ്ട് വെച്ച് വെട്ടുന്ന പണിയുണ്ട്, ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ ചെയ്യരുത്. എൻ്റെ അച്ഛനത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ദുഷ്ടപ്രവണതകളൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഇതിപ്പോൾ പെൻഡുലം ജ്യോതിഷം പഠിക്കണം എന്നുള്ളവർ അല്ലെങ്കിൽ സ്കാനിങ് പഠിക്കണം എന്നുള്ളവർക്കൊക്കെ സാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കാറില്ല സാറേ, കാരണം ഇന്ന് വരെ എനിക്ക് പഠിപ്പിക്കാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. അത് കാരണം ഞാൻ പഠിപ്പിച്ചിട്ടില്ല. താങ്കൾ ശിഷ്യന്മാരങ്ങനെ കൂടെ ആരുമില്ല. പിന്നെ പറഞ്ഞു വേണേൽ കൊടുക്കാന്നുള്ളൂ. ആരും എൻ്റെ അന്വേഷിച്ച് പിന്നെ പഠിപ്പിക്കാൻ ചെയ്തിട്ട് വന്നിട്ടുമില്ല. ഞാൻ പഠിപ്പിക്കാന്നുണ്ട് പറഞ്ഞിട്ടുമില്ല. എൻ്റെ മക്കൾക്കോ എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഞാൻ തീരുന്നതോടുകൂടി ഇതെല്ലാം തീർന്നു കൂട്ടിക്കണ്ടാൽ മതി. അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. പഠിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് പഠിപ്പിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ, കാര്യം പറയാമല്ലോ. കാരണം ഇതൊക്കെ ദുർവിനിയോഗം ചെയ്യും, അതാണ് കാര്യം. നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം ഇത്രയും ഇത് കൈകാര്യം ചെയ്യുന്നവർ വളരെ അപൂർവമാണ്. ഈ സാധനം കിടപ്പുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്ക് കണ്ടുകൂടി എടുക്കുന്ന ഒരുപാട് വിദ്യകൾ പലതരമുണ്ട്. അങ്ങനെ പലരും പലതരത്തിലുണ്ട്. അപ്പം ഞാൻ ഈ നോക്കി കണ്ടുപിടിക്കുന്നതിൽ വളരെ കുറവാണ്. ഞാൻ എവിടെ വേണേലും കിടന്ന് കണ്ടുപിടിക്കും. സാധനം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഞാനൊരു സ്ഥലത്ത് നോക്കിയപ്പം ഒരു 12 ഏക്കർ സ്ഥലമാണ്. ആ 12 ഏക്കർ സ്ഥലത്തിൻ്റെ അപ്പം എൻ്റെ ഗുരുവിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതൊക്കെ എടുപ്പിച്ചതാണ്. ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് എന്നോട് ആ വീട്ടുകാരൻ ചോദിച്ചു, അല്ല ചേട്ടാ ഇതെല്ലാം തീർന്നോ, ഇനി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിച്ച് പറഞ്ഞു, ഒരെണ്ണം കൂടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എവിടെയാന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. കാണിക്കാമെന്ന് പറഞ്ഞു. ഈ 12 ഏക്കർ എന്ന് പറയുന്നത് പിന്നെ നല്ല മലയാണ്. ഞാൻ ഈ പെൻഡിലുമായിട്ട് പോയി. ഞാൻ ഇനി പുള്ളി മുറ്റത്തെയ്യ അങ്ങേ അറ്റത്ത് എന്നിട്ട് പറഞ്ഞു തുമ്പായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു തോടിഞ്ഞിനി ഒഴുകുന്നുണ്ട്. താങ്കളാണ് ഇവിടെ മാന്തിയം ചോദിച്ചു. ഞാൻ മാന്തിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് മാന്താൻ പറഞ്ഞു. മാന്തിയപ്പോൾ അതിനകത്ത് കിടക്കുന്നു. എന്നത് അതിനകത്ത് എന്താ പറഞ്ഞല്ലേ, ഈ കരിയും ചോടല പ്രശ്നം അത് ഒത്തിരി ഉണ്ടായിരുന്നു. കോരി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാ സാധനം തൊട്ടടുത്ത് ഒരു വലയുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കോരി അങ്ങോട്ട് വിട്ടു. അതുകൊണ്ട് ആ പ്രശ്നം തീർന്നു. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ചില പറമ്പുകൾ അല്ലെങ്കിൽ ഭൂമി വിറ്റുപോകാതൊക്കെ കിടക്കും. പൂറ്റ് വിൽക്കാതിരിക്കാനും അതിനകത്ത് ആദായം എടുക്കാതിരിക്കും. ഇതൊക്കെ എന്തെല്ലാം ദോഷം ചെയ്യുന്ന ആ ചുറ്റുപാടുള്ളത്. എന്നെ വേണം ഒരു പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര നെഗറ്റീവായിട്ട് എനർജി. ഇതെന്നാ കളിയാ. ഞാൻ നോക്കിയിട്ട് ആ പടം ഒരു പാറയിൽ, അപ്പോൾ പാറയിൽ ഇതെന്നാ കളി, പാറയിൽ മാന്തിയാലൊന്നും മാന്തത്തില്ല. ഞാനിങ്ങനെ പെൻഡെല്ലാം കൊണ്ട് അന്വേഷിച്ച് തേടിച്ചെന്നപ്പോൾ ചലനം കണ്ട് പയ്യെ സൂക്ഷിച്ച് നോക്കിയപ്പം ഒരു ചെറിയൊരു ശങ്ക ഇത്ര നീളമേ ഉള്ളൂ അവിടെ കിടക്കുന്നു. നോക്കിയെടുത്തു. ആ സാധനം ഞാൻ ഒരു ഇല കൊണ്ട് എടുത്ത് മാറ്റി വെച്ചു. ഇത് നോക്കിയപ്പോൾ അവിടെ ഇല്ല. സാധ്യത അതാ. ഈ എന്തൊരു പ്രയോഗമാണ് എനിക്കും അറിയത്തില്ല. ആദ്യം അവസാനം ഒരു കടലാസിനകത്ത് പൊതിഞ്ഞ് അതുകൊണ്ട് തോട്ടിക്കൊണ്ട് കളയായത്. ഒഴുകുന്ന വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞു. കാരണം അത് തല്ലിപ്പൊട്ടിക്കാൻ അവിടെ ഇങ്ങനെ ഇടാൻ പോയില്ല. അപ്പോൾ അതിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞു, ആണിയാൽ വീടിൽ നിന്ന് പല പ്രാവശ്യം പേർക്ക് ചുറ്റും ആണി മാന്തിയിട്ടിരിക്കുക. ഈ ആണി മാന്തിയെടുത്തു. ഈ ആണി എന്നാ നെഗറ്റീവ് ആണെന്നറിയോ, അത് മുഴുവൻ കൊണ്ട്. പിന്നെ അയ്യോ ഇരുമ്പ് അല്ലാത്ത സാധനമല്ലേ. ആണി പല കാര്യം മറ്റൊക്കെ തറച്ചിട്ട് പണി. മുമ്പേ പറഞ്ഞാൽ ഞാൻ നട്ടും പൊട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാലെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ മുട്ടയിൽ നെഗറ്റീവ് എനർജി ചില എഴുത്തൊക്കെ മാന്ത്രികമൊക്കെ എഴുതിച്ച് മണ്ണിൽ കൊണ്ട് മാന്തിയിടും. അത് കിട്ടും. അതൊക്കെ ദോഷമാണ്, ഭയങ്കര ദോഷങ്ങളാണ്. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ തീരത്തില്ല. അയ്യോ, ഞാൻ അവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ചെന്ന് ഒരു സ്ത്രീയെ, വീട്ടമ്മയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ വീട്ടമ്മയുടെ ശരീരത്തിൽ ഒരു അറുകലയുണ്ട്. അറുകല എന്ന് പറഞ്ഞാൽ ദുർമരണത്തിൽ സാധനത്തിന് അറുകല എന്ന് പറയുന്നത്.
അപ്പം ഞാൻ ഉടനെ ചോദിച്ചു ഇതിൻ്റെ അടുത്ത് ആരെങ്കിലും തൂങ്ങി മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ചുവട്ടിൽ കൂടെയാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കൂടെയാണ് കുളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു തോട്ടിലോട്ട്. ആ സാധനം എപ്പോൾ എന്നാൽ കൂടെ ഉണ്ട് കൂട്ടുമെന്ന് പറഞ്ഞു. അത് എനിക്കൊരു സംശയം തോന്നി, എനിക്കൊരു ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കോഴിമുട്ട മേടിച്ചുകൊണ്ട് വന്നിട്ട് കോഴിമുട്ട ഗ്ലേസ് ചെയ്ത് വെച്ച് അതങ്ങോട്ട് അതേപോലെ അങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് പിന്നെ ചിരട്ട കത്തിച്ചിട്ട് ചിരട്ടയ്ക്ക് തീക്കകത്തോടെ ഇട്ടേക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ വെടി. ഞാൻ പറഞ്ഞു ഇനി അത് ഒരു കരോട്ടോ അത് പോയെന്ന് പറഞ്ഞു. അത് കുട്ടിപ്പണിയൊക്കെ കാണിക്കുന്നത് കടുങ്കയ്യാന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ഇനി ഒരുപാട് അനുഭവങ്ങൾ. അയ്യോ അനുഭവം പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരുകയില്ല. കാരണം ഈ പ്രദേശത്തൂടെ എല്ലാം പോകുന്നത് എന്തേരി എണ്ണത്തിനെ പിടിച്ച് ഞാൻ ഇങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യല്ല. ചിലവൊന്നും പറഞ്ഞാൽ ഈ ആവാജെടുത്ത് വെട്ട് ഞാൻ ചെയ്യാറില്ല. എനിക്ക് മേടാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കോട്ടയത്തുനിന്ന് ഇത്രത്തോളം എത്തി നമ്മളോട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നല്ല രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്ത സാറിന് ഒരുപാട് നന്ദി. നമുക്ക് ഇവിടെ വെച്ച് നിർത്താമല്ലോ അല്ലേ വീഡിയോ? അപ്പം ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരും വീഡിയോയിൽ സംസാരിക്കാം. തീർച്ചയായിട്ടും ഇതും നമ്മുടെ പ്രേക്ഷകർക്കും നല്ലൊരു അനുഭവമായിരിക്കും. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.